എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കുറുന്തോട്ടി. കുറുന്തോട്ടി ഇല്ലാതെ എന്താ ആയുർവേദം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് കുറുന്തോട്ടി. ഇത് 4-5 തരത്തിലുണ്ടെങ്കിലും കൂടുതലായിട്ടും നമുക്ക് കണ്ടുവരുന്നത് സിഡ കോർഡിഫോളിയയും സിഡ റോംബിഫോളിയ, സിഡ റെറ്റ്യൂസ എന്നൊക്കെ വിളിക്കുന്ന സംഗതികളാണ്. ഇതിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല. ഇതിപ്പോ നമുക്ക് ഏതേത് പ്രദേശത്ത് ഏത് തരത്തിലുള്ളതാണോ കൂടുതൽ ലഭിക്കുന്നത് അതാണ് ആ പ്രദേശത്തുള്ള രോഗികൾ ഉപയോഗിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ജീവിത രീതിക്കും അനുസരിച്ചുള്ള രോഗങ്ങളായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. അതിന് പരിഹരിക്കാൻ വേണ്ടതായ തരം ഔഷധങ്ങളാണ് ആ പ്രദേശത്ത് ഉണ്ടാവുക, വളരുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മാറിപ്പോയി എന്നുള്ളത് കൊണ്ട് അതൊരു അപര്യാപ്തതയായിട്ട് കാണണ്ട, മനസ്സിലായോ? അപ്പൊ അത് ഊരകത്തിന്റെ പേര് എന്ന് പറയും, വെള്ളൂരം എന്ന് വിളിക്കും, ബല അതിബല എന്ന് വിളിക്കും, കുറുന്തോട്ടി, ആനക്കുറുന്തോട്ടി, ഇങ്ങനെയൊക്കെ പല പല പേരുകളുണ്ട്. സിഡ റെറ്റ്യൂസ, സിഡ കോർഡിഫോളിയ, ഈ 2 വെറൈറ്റിയാണ് കൂടുതലായിട്ട് നമ്മൾ കേരളത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ച് വരുന്നതും അവൈലബിൾ ആയിട്ടുള്ളതും. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി പ്രതിപാദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചികിത്സയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാതരം രോഗങ്ങളും ബേസിക്കലി വാദം കൊണ്ടാണല്ലോ ഉണ്ടാവണേ. വാദമാണല്ലോ ഇത്തരം നമ്മുടെ എല്ലാതരം ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ വാദം വർദ്ധിക്കുമ്പോഴാണ് ഒട്ടുമിക്ക രോഗങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ വാദത്തിനെ ശമിപ്പിക്കാൻ കുറുന്തോട്ടിയാണ് ഒന്നാമൻ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വാദത്തിന്റെ പ്രോപ്പർട്ടിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് ആണ് കുറുന്തോട്ടിക്ക്. അതായത് മധുരരസാണ്, മധുര വിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്, ഗുരു സ്നിഗ്ധ ഗുണങ്ങളാണ്. ഇതെല്ലാം വാദത്തിനെ ശമിപ്പിക്കുന്ന ഗുണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വാദരോഗ ചികിത്സയിൽ കുറുന്തോട്ടി ഇല്ലാതെ സാധിക്കില്ല എന്ന് പറയാം, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് കേരളത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഈ ബല അതിബല എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഊരകം എന്ന് വിളിക്കും, ഊരകത്തിൻ പേര് എന്ന് പറയും, വെള്ളൂരം എന്ന് വിളിക്കും. അങ്ങനെ പല പല പ്രാദേശികമായിട്ട് പല പല പേരുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മൾ ഇതിന്റെ ഒരു പിക്ചർ നമ്മൾ തുടക്കത്തിൽ തംബ്നെയിലിൽ വെക്കാം, അതുപോലെ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർക്കാം, ചെടി കാണാം. ഓക്കെ, ഇത് നമ്മുടെ കേരളത്തിലെ വെളിമ്പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്നതാ. ഒരടി വലുപ്പത്തിൽ, മാക്സിമം ഒരു 1 മീറ്റർ വലുപ്പം വരും, അത്രേ ഉള്ളൂ. ഒരടി വലുപ്പത്തിലാണ് കൂടുതലായിട്ടും കാണുക. ഇതിങ്ങോട്ട് പറിച്ച് കിട്ടാൻ വലിയ പാടാ. നല്ല ഉറച്ച മണ്ണിൽ ഇങ്ങനെ ഉറച്ച് കിടക്കും. എങ്ങനെ പുഴുതെടുത്താലും അത് വേര് പൊട്ടിയേ പോരുള്ളൂ. അപ്പൊ ആ വേര് അവിടെ കിടക്കേണ്ട വടിയില്ലേ, അത് അടുത്ത മഴയ്ക്ക് വീണ്ടും കിളിർക്കും, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന്റെ സമൂലമായിട്ട് എടുക്കാം. എല്ലാ ഭാഗവും വേരും തണ്ടും പൂവും ഇലയും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ഇത് നമുക്ക് ഒരുപാട് ഔഷധങ്ങൾ ഉപയോഗിക്കാം. ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിന് ഉള്ള വിദ്യകളുണ്ട്. എല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാട്ടോ. ഉറക്കത്തിന്, അതുപോലെ സ്പെർമാറ്റോറിയ എന്ന് പറയുന്ന അവസ്ഥ, വൈറ്റ് ഡിസ്ചാർജ്, വാതിക ജ്വരം, അല്ലെങ്കിൽ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, സ്പോണ്ടലൈറ്റിസ് ബാക്ക് പെയിൻ, അതുപോലെ ഫേഷ്യൽ പാൾസി, ഇത്തരം ഒരുപാട് രോഗാവസ്ഥകൾ ഇത് ഉപയോഗിക്കാം. ഇത് ചേർന്നുള്ള ഒട്ടനവധി ഔഷധങ്ങൾ നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയില്ലേ, ക്ഷീരബലയും, ധന്വന്തരം തൈലവും, ബലാശുഗന്ധായി തൈലവും, ബലാരിഷ്ടവും, ഇതൊക്കെ ഇത് ചേർത്ത് തയ്യാറാക്കുന്ന ബല വെളിച്ചെണ്ണ, എല്ലാത്തിലും കുറുന്തോട്ടി ഉണ്ട്. കുറുന്തോട്ടി ഇല്ലാതെ വാദം ചികിത്സിക്കാൻ സാധിക്കില്ല എന്ന് പറയും. അത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇത് സുലഭമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇതിന് കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല കേട്ടോ. ഓക്കെ, ഇനി ഇത് ഇന്ത്യയിൽ ഉടനീളം വളരുന്ന പല ആ കാലദേശത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. പിന്നെ ഇതിൽ എഫിഡ്രിൻ എന്ന് വിളിക്കുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം പറയുകയാണെങ്കിൽ ആധുനിക മതപ്രകാരം എഫിഡ്രിൻ എന്നുള്ള ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിറോയിഡ് കാണപ്പെടുന്നുണ്ട്. ഈ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിറോയിഡും ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ആക്റ്റീവ് പ്രിൻസിപ്പിൾ മാത്രം വേർതിരിച്ചെടുക്കുന്ന സ്റ്റിറോയിഡും തമ്മിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ നാച്ചുറൽ ആയിട്ട് ഉള്ള ഒരു പ്ലാന്റിൽ അടങ്ങിയിരിക്കുന്ന പ്ലാന്റ് മൊത്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വളരുന്നതും, ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക രോഗ അവസ്ഥയിൽ പ്രയോഗിക്കേണ്ടതായ ഔഷധം അതിന് ദോഷമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതായ ഘടകങ്ങളും ആ ചെടിയിൽ മൊത്തമുണ്ട്. അതുകൊണ്ടാണ് ആ സസ്യം മൊത്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മറ്റ് ദോഷങ്ങൾ വരാത്തത്. പക്ഷെ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിൾ മാത്രം വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കും. പക്ഷെ അതിന് വഴി എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കുന്നതിനായിട്ടുള്ള ഘടകങ്ങൾ ആ ചെടിയുടെ ആ സസ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലായിരിക്കും. അത് നമ്മൾ വേർതിരിച്ചെടുക്കുന്നില്ല. അങ്ങനെ അപ്പോൾ ആ വേർതിരിച്ചെടുത്ത ഭാഗം നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അത് ഏത് ചെടിയിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചോ ആ ചെടി മൊത്തം പ്രശ്നമാണെന്നോ, അല്ലെങ്കിൽ ആ സസ്യം ഉപയോഗിക്കുന്ന ശാസ്ത്രം തന്നെ പ്രശ്നമാണെന്നോ പറയുന്നത് ശരിയല്ലല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റിറോയിഡിന്റെ അംശം, ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിറോയിഡ് ഉണ്ട്, അതുപോലെ എഫിഡ്രിൻ പോലത്തെ ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരം ഇതിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള. നമ്മൾ ആയുർവേദ തിയറി അനുസരിച്ച് ഇത് മധുരരസമാണ്, മധുര വിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്, ഗുരു സ്നിഗ്ധ ഗുണമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. അത് വാദത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാ. വാദമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ
പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എല്ലാതരം നമുക്ക് ഡൈജഷൻ ആയാലും നമ്മൾ തിങ്കിങ് ആയാലും മൂവ്മെന്റ്സ് ആയാലും എക്സ്ക്രീഷൻ ആയാലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്പീച്ച് ആയാലും വിഷൻ ആയാലും എല്ലാ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് വാദമാണ്. അപ്പോൾ വാദത്തിന്റെ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ രോഗാവസ്ഥയിലും നമുക്ക് ഔഷധങ്ങൾ പ്രയോഗിച്ച് ചികിത്സിക്കാനോ നിയന്ത്രിച്ച് നിർത്താനോ സാധിക്കും. അപ്പോൾ അതിലൊരു പ്രധാന ചേരുവയാണ് കുറുന്തോട്ടി. ബല എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുക. ബല എന്നാണ് സംസ്കൃത പേര്. അത് നാഗബല, അതിബല, അങ്ങനെ പലതരം വെറൈറ്റികൾ, ഒരു 4-5 തരം നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. കോമൺ ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബലയും അതിബലയും. കുറുന്തോട്ടി, ആനക്കുറുന്തോട്ടി, സിഡ റെറ്റ്യൂസ, സിഡ റോംബിഫോളിയ, അതുപോലെ സിഡ കോർഡിഫോളിയ, ഈ 3 വെറൈറ്റിയാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉപയോഗിക്കാവുന്ന സംഗതികൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ അവസ്ഥയിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് പറയാം. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് വേരോടെ പറിച്ചെടുത്ത് ചതച്ചിട്ട് വെള്ളം വെന്ത് കുളിക്കാനായിട്ട് എടുത്താലേ വാദസംബന്ധമായ വേദനകൾ ഉണ്ടാവില്ലേ, ജോയിന്റ് പെയിൻ, സന്ധിഗതവാദ രോഗികൾക്ക് ഉണ്ടാവുന്ന വേദനകൾ ശമിക്കുന്നതിന് സഹായിക്കും. നമ്മൾ വാദക്കനമായിട്ട് ഉള്ള തൈലങ്ങൾ ചേർത്ത് അഭ്യംഗം ചെയ്ത് ഒരു അരമണിക്കൂർ തൈലിട്ട് ഒഴിഞ്ഞ് വെള്ളം തിളപ്പിച്ച് കുളിക്കുമ്പോൾ ആ വെള്ളം തിളപ്പിക്കാനായിട്ട് ഈ കുറുന്തോട്ടി സമൂലം ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കുകയാണെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള വേദനകൾ ശമിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ലുക്കോറിയ എന്ന് പറയുന്ന അവസ്ഥ, അതുപോലെ പൈൽസിൽ ഉപയോഗിക്കാം. ഉറക്കമില്ലാണ്ട് വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം, ഗർഭിണികൾക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഇടവിട്ട് വരുന്ന പനി വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം, ഇതെല്ലാം വിശദമായിട്ട് പറയും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ 1 മിനിറ്റ് സെക്കൻഡ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാതിക ജ്വരം എന്ന് വിളിക്കും. വാതിക ജ്വരം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്റർമിറ്റന്റ് ഫീവർ, അതായത് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. രാത്രി കാലങ്ങളിലായിരിക്കും കൂടുതൽ പനി, പകൽ സമയത്തൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അതിനാണ് വാതിക ജ്വരം എന്ന് വിളിക്കുക. ഇതിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഉറക്കക്കുറവുണ്ടാവും, ക്ഷീണവും തളർച്ചയും ഉണ്ടാവും. ഇത് വൈറൽ ഫീവറിന് സമാനമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇന്റർമിറ്റന്റ് ഫീവർ എന്നൊക്കെ വിളിക്കില്ലേ, നമ്മളതിന് വാതിക ജ്വരം എന്ന് വിളിക്കുക. ഈ വാതിക ജ്വരത്തിൽ ഈ കുറുന്തോട്ടി സമൂലം പറിച്ചെടുത്തത് കഴുകി കൊത്തി നുറുക്കി ചതച്ച് അതിന് തുല്യ തൂക്കം ഇഞ്ചിയും കൂടെ കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു കഷായത്തിലേക്ക് സമമായിട്ട് എടുക്കുക. കുറുന്തോട്ടിക്ക് സമം ഇഞ്ചി, എന്നിട്ട് അത് കഷായം വെച്ചിട്ട് വിധിപ്രകാരം കഷായം വെച്ച് 2 നേരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ വാതിക ജ്വരം, ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള ഫീവർ, പനി, അതുപോലെ ദഹനക്കേട്, അതോടനുബന്ധിച്ച് വരുന്ന ക്ഷീണം, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഇത്തരം അവസ്ഥകൾ, വിശപ്പില്ലായ്മ, ഇതൊക്കെ മാറി കിട്ടുന്നതിന് ഈ ഇഞ്ചിയും കുറുന്തോട്ടിയും സമൂലം കൂടി ചതച്ചിട്ട് കഷായം വെച്ച് കുടിച്ചാൽ അത് ശമിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി അതുപോലെ നിങ്ങൾക്ക് ചില പ്രയോഗങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഗർഭിണികൾക്ക് 1-ാം മാസം മുതൽ പ്രസവം വരെ സ്ഥിരമായിട്ട് പാൽക്കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇല്ലാതെ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ആ ലോഡ്ജിങ്, ആ പൊസിഷനിങ്, ഇതൊക്കെ ശരിയാവുന്നതിന് സഹായിക്കും. ഓക്കെ, മാത്രമല്ല സുഖപ്രസവത്തിനും സഹായിക്കാവുന്നുണ്ട്. അപ്പോൾ അതിന് കുറുന്തോട്ടിയുടെ വേരാണ് പാൽക്കഷായം വെക്കാനായിട്ട് എടുക്കുക. കുറുന്തോട്ടി വേര് പാൽക്കഷായം വെക്കാനായിട്ട് 30 ഗ്രാം കുറുന്തോട്ടി വേര് കഴുകി കൊത്തി നുറുക്കി ചതച്ച് അതിലേക്ക് ഒരു 150 മില്ലി പാലും 300 മില്ലി വെള്ളവും ഒഴിച്ചിട്ട് ചെറുതീകരിച്ച് അങ്ങ് തിളച്ച് വറ്റിക്കുക. അപ്പോൾ ഈ കഴുകി കൊത്തി നുറിച്ച് ചതച്ച കുറുന്തോട്ടി വേര് നമുക്കൊരു പരുത്തി ശീലയിൽ കിഴിങ്ങനെ അയച്ച് കെട്ടിയിടുക പാലിൽ. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി ചെറുതീകരിച്ച് വറ്റിച്ച് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പാലളമാക്കി വറ്റിച്ച് കഴിഞ്ഞാൽ ആ കിഴി പിഴിഞ്ഞങ്ങോട്ട് കളയാം. എന്നിട്ട് അതിലേക്ക് ഒരു ധന്വന്തര ഗുളിക വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ അല്പം പഞ്ചസാര ചേർക്കാം. രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചും ശരീരപ്രകൃതി അനുസരിച്ചും നിങ്ങളുടെ ഡോക്ടർക്ക് അതിലേക്ക് വേണ്ടതായ മേമ്പടി നിർദ്ദേശിക്കാനാവും. അപ്പോൾ ഈ പാൽക്കഷായം രാത്രി ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പതിവായിട്ട് അങ്ങോട്ട് സേവിച്ചാൽ ഈ സുഖപ്രസവത്തിന് സഹായിക്കും. അതുപോലെ ഇതുപോലെ പൊസിഷനിങ്, ഫ്ലൂയിഡ് കുറയിൽ, ഇത്തരം പല പല പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായിട്ട് ഈ പാൽക്കഷായം സഹായിക്കും. ഇതുപോലെ ഓരോരോ മാസത്തിലും ഓരോ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് വേണ്ടതായ പാൽക്കഷായങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പൊതുവെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് കുറുന്തോട്ടി വേര് പാൽക്കഷായം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടവിട്ടുള്ള പനിക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു, പാൽക്കഷായമായിട്ട് ഗർഭിണികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു, ഗർഭിണികൾക്ക് കൊടുത്താലുള്ള പ്രയോജനം എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ വേരുണ്ടല്ലോ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചിട്ട് അത് ഒരു 1/4 ഗ്ലാസ് ചൂടുള്ള പാലിൽ കലക്കിയിട്ട് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിക്കാമെങ്കിൽ ലുക്കോറിയ, വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്ന അവസ്ഥ ശമിക്കുന്നതിന് സഹായിക്കും. അതുപോലെ പ്രിമച്വർ ഇജാക്കുലേഷൻ, അതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇത്തരം അവസ്ഥയിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് കുറച്ചും കൂടി പ്രയോജനപ്രദമാവുക ഇതിൻ്റെ സമൂലം പറിച്ചെടുത്തിട്ട് അതിൻ്റെ വേരും തണ്ടും ഇലയും പൂവെല്ലാം കൂടി ഇടിച്ചു പിഴിഞ്ഞ നീരുണ്ടല്ലോ, അതൊരു 15 മില്ലി രാവിലെ വെറും വയറ്റിലും 15 മില്ലി രാത്രി ഭക്ഷണത്തിന് മുൻപും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ ഇത് പൊടി
പാലും ചേർത്ത് കഴിക്കാമെങ്കിൽ ലുക്കൂറിയ പോലത്തെ അവസ്ഥയിൽ കൂടുതൽ എഫക്റ്റീവാണ്. ഓക്കെ, ഇത് സമൂലം പറിച്ച് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ദേഹം കഴുകിയാൽ, നേരത്തെ പറഞ്ഞില്ലേ, വെന്ത വെള്ളം കൊണ്ട് കുളിച്ചാൽ ദേഹത്തുണ്ടാകുന്ന വേദനകൾ ശമിക്കുന്നതിന് സഹായകമാവുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രയോഗങ്ങളുണ്ട്. ഇത് ധന്വന്തരം തൈലം, ക്ഷീരബല തൈലം, ബലാശുഗന്ധായി തൈലം, ബലാരിഷ്ടം ഇതൊക്കെ കാച്ചി തയ്യാറാക്കാനും ഇത് ഉപയോഗിക്കുന്നു. രസഗുണ വിഭാഗങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം രോഗാവസ്ഥകളൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ മാത്രം എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നമാണ്. ഈ ഒരു സസ്യം, ഒരു ഔഷധ സസ്യം മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഞാനിവിടെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇന്ന ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഇന്ന ചെടിയിൽ നിന്ന് എടുത്തിട്ടുള്ളതെന്ന് വിചാരിച്ച് ആ ചെടി സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണെന്നോ ആ ചെടി ഉപയോഗിക്കുന്ന ശാസ്ത്രശാഖ തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണെന്നോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് ആക്റ്റീവ് പ്രിൻസിപ്പിൾ മാത്രമായിട്ട് എടുത്താലത്തെ ഗുണം കൂടി പറഞ്ഞുതരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സ്പീഡി റിക്കവറി, ഫാസ്റ്റായിട്ട് എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ദോഷവശങ്ങൾ ശരീരത്തിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടതായ ഘടകങ്ങളും ആ സസ്യത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ചെടി വളർന്നു വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളൊന്നും നമ്മൾ എടുക്കണില്ല, അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ മാത്രം ഉപയോഗിക്കണല്ലോ എന്ന് പറയുമ്പോഴാണ് ഈ കോൺട്രാ ഇൻഡിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അക്കാര്യം മറക്കാതെ ഓർമ്മ വയ്ക്കുക, മനസ്സിൽ വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക. അപ്പോൾ നമുക്കിത് എല്ലാതരം വാതരോഗങ്ങൾ, അതായത് ഇപ്പം നമുക്ക് ശരീരത്തിലെ എല്ലാ രോഗാവസ്ഥകളും വാദം വർദ്ധിച്ചാണ് ഉണ്ടാകുന്നതെന്ന് പൊതുവെ പറയാം. 80 തരം വാതരോഗങ്ങളുണ്ട്. അത് പല രീതിയിൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. ഫേഷ്യൽ പാൾസി ആയിട്ട് വരാം, സ്പോൺലൈറ്റിസ് ആയിട്ട് വരാം, ഹെമിപ്ലീജ് ആയിട്ട്, പാരലിറ്റിക്കൽ സ്ട്രോക്ക് ആയിട്ട്, ലംബാഗോ എന്ന് പറയുന്ന ബാക്ക് പെയിൻ കണ്ടീഷൻ, നീ ജോയിന്റ് പെയിൻ, ഡീജനറേറ്റീവ് ചേഞ്ചസ്, ഇതൊക്കെ വാതരോഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, മൂത്രം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കാതെ വരിക. അപ്പോൾ അത്തരം അവസ്ഥയിലൊക്കെ നമുക്ക് ഇതിൻ്റെ വേരുണ്ടല്ലോ, ഉണക്കിപ്പൊടിച്ച പൊടി പാലിൽ ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചിട്ട് അതിൽ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് പോലത്തെ അവസ്ഥയിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെ ഒട്ടനവധി രോഗാവസ്ഥകൾ ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കണ്ണടച്ച് ഒരു വൈദ്യനിർദ്ദേശം ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ സംഗതിയാണ്. സമൂലം പറിച്ചെടുത്ത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ മേലും കൈയും വാദസംബന്ധമായ വേദനകളുമായി ബന്ധപ്പെട്ട് വരുന്ന വേദനകൾ ശമിക്കുന്നതിന് സഹായിക്കും. അത് ഒരു സംശയം വേണ്ട. പിന്നെ മറ്റ് രോഗാവസ്ഥകൾ ഇത് ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ദേഹപ്രകൃതി, ശരീരപ്രകൃതി, കാലാവസ്ഥ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ജീവിത രീതി എല്ലാം അറിഞ്ഞ് അതിനനുസരിച്ച് മരുന്നുകൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചതിന് ശേഷം മാത്രം ഉള്ളിലേക്കുള്ള മരുന്നുകൾ കഴിക്കണമെന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. ഓക്കെ, പക്ഷേ പുറമെ നിങ്ങൾക്ക് ഇത് വേരോടെ പറിച്ചിട്ട് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ, ആ വെന്ത വെള്ളം കൊണ്ട് കുളിക്കുകയാണെങ്കിൽ വാദം ശമിപ്പിച്ച് നിർത്തുക, അതുവഴി ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനകൾ ഒക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. അതുപോലെ ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. ശുദ്ധബല തൈലം എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയും? ശുദ്ധബല തൈലം തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. അതിന് ഇതിൻ്റെ വേര് മാത്രം കഷായം വെച്ചിട്ട് ഒരു പാർട്ട് എണ്ണയിലേക്ക് 4 ഇരട്ടി കഷായം വേണം. ആ കഷായം വെച്ച് ഈ കുരുന്തോട്ടി വേര് തന്നെ അരച്ച് കൽക്കനായിട്ട് അങ്ങനെ കാച്ചിയരിച്ച് തേക്കുന്ന എണ്ണ തേച്ച് കുളിച്ചാൽ, അതാണ് ശുദ്ധബല തൈലം. അത് കാച്ചിയരിച്ച് തേച്ച് കുളിച്ചാൽ നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഇതുപോലെ ഒരുപാട് രോഗാവസ്ഥകൾ ഇത് ഉപയോഗിക്കാം. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് താഴെയുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഈ കുറുന്തോട്ടിയുടെ ക്ലാസിഫിക്കേഷൻ കാണിക്കാവുന്നതാണ്. അതുപോലെ തമ്പനയിലും ഒരു കഷ്ണം കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇനി സംശയമൊന്നും വേണ്ട. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.